ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാല ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും പൊറോട്ട, പത്തിരി, വെള്ളപ്പം ഇതൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മസാല ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചന മസാല ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളക്കടല എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കടല, ചെറുപയർ എന്ത് വെള്ളത്തിലിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. പിന്നെ നമ്മൾ കഴുകൂല കേട്ടോ. രാവിലെ അത് കുതിർന്നതിന് ശേഷം ആ കുതിർന്ന വെള്ളത്തിലാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എല്ലാ പോഷകങ്ങളും കിട്ടുക കേട്ടോ. അപ്പോൾ അത് നേരെ ഞാൻ ഡയറക്റ്റ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു വിസിൽ വേവിക്കട്ടോ. ഒരു വിസിൽ തന്നെ മതിയാവും. വെള്ളക്കടല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിടുക. പ്രഷർ പോയതിന് ശേഷം തുറന്നാൽ മതി. അത് വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ട് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സവാള ഞാൻ തൊലി കളഞ്ഞിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഒരു ഇത്ര വലുപ്പമുള്ള 2 പീസ് ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം നല്ല നമ്മളെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വെള്ളക്കടല വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ചപ്പാത്തിയിലോട്ട് ഇങ്ങനത്തെ ഒരു ഗ്രേവി ഉണ്ടാക്കി നോക്കട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടി നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട്. ഇനി നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു ഇതുണ്ടല്ലോ മിക്സ്, സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്തത് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണമെന്ന് മാറുന്നത് വരെ ഈ എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഇതിൻ്റെ ഈ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച കളറൊന്ന് മാറണം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ലപോലെ ഒന്ന് വാടിയെന്ന് നമ്മൾ മനസ്സിലാവുക. അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലപ്പൊടിയുടെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ജാറുണ്ടല്ലോ, ആ ജാറിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ഉണ്ടാവും ചെയ്യും. നല്ല ഒരു ടേസ്റ്റ് വേണം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു മസാല റെഡിയാക്കണം. ഒരു മസാല പൗഡർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചൂടാക്കി എടുത്തിട്ട് ഇതിൽ ഈ ഒരു ഗ്രേവിയിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ല എങ്കിൽ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം ഒക്കെ അതിൻ്റെതായ ആ ഒരു അളവിൽ എടുത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ പൗഡർ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ പൗഡറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. അതുകൊണ്ട് സുഖമാണ്. നമുക്ക് അപ്പൊക്കെ പൊടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ചൂടാക്കി ചേർക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എണ്ണയിലോട്ട് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു മസാല ഗ്രേവിയിലോട്ട് ഇങ്ങനെ ചൂടാക്കി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. കടല മാത്രം കോരിയിട്ടിട്ട് കൊടുക്കുക. വെള്ളം പിന്നെ നമുക്ക് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് ഓവർ ലൂസായി പോയാൽ ഈ ഒരു ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു തിക്കായിട്ട് വേണം. അപ്പോഴാണ് നമ്മൾ ചപ്പാത്തിയിലോട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളുള്ള വെള്ളം എല്ലാം കൂടി ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വെള്ളം കറക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ആദ്യം കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്
വെച്ചിട്ട് മിക്സ് ആക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വെള്ളം കുറച്ച് കൂടുതലാണെങ്കിലേ പിന്നെ നമുക്ക് വെള്ളം കുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കാര്യപ്പെട്ട ഒരു സംഭവം ചേർത്തിട്ടില്ല, ഉപ്പ്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ചൂടാക്കി വറുത്ത മസാല പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മല്ലിയില ആഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ മല്ലിയില പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ച കളർ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേവി തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി തിക്കായി വരും, ഇതുപോലെ ആയി വരും കേട്ടോ. ഇങ്ങനെ തിക്കായിട്ടുള്ള ഈ ഒരു ഗ്രേവിയാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഒരു മസാല ഗ്രേവി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.